ഒന്ന് അറേബ്യർ, മറ്റൊന്ന് ഇസ്രായേലിയർ. എന്താണ് ഇവരുടെ ചരിത്രം? നമുക്ക് പഠിക്കാം, നമുക്കറിയാം, അറിയണം, പഠിക്കണം. നമുക്കറിയാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് വെറും 6 നബിമാർ മാത്രമാണ് ഇവിടെ പ്രബോധനം നൽകിയത്, ഇവിടെ നബിയായി വന്നത്. മഹാനായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, മഹാനായ ശീസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ 6 നബിമാരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് ഈ ലോകത്തെ നബിമാരായി നിയോഗിക്കപ്പെട്ടതും വന്നതും. എങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 120 വയസ്സുണ്ടാകുമ്പോൾ അതാ സാറ ബീവിയിൽ നിന്നുണ്ടായ മകനാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അതേപോലെ തന്നെ ഹാജറ ബീവിയിൽ നിന്നുണ്ടായ മകനാണ് സബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കളെ ഉണ്ടായിട്ടുള്ളൂ, ഒന്ന് ഇസ്ഹാഖ്, മറ്റൊന്ന് ഇസ്മായിൽ. അതേ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം. യാഖൂബ് നബി അലൈഹിസ്സലാമിലൂടെയാണ് ബനൂ ഇസ്രായേലുകാരിൽ ലക്ഷക്കണക്കിന് നബിമാര് വരുന്നത്. ലക്ഷക്കണക്കിന് നബിമാരെല്ലാം ഒരു കാലത്ത് തന്നെ ഒന്നിലധികം നബിമാർ വന്ന ചരിത്രവും അതേ ബനൂ ഇസ്രായേൽക്കാരിലാണ്. എങ്കിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അറേബ്യൻ പാരമ്പര്യത്തിൽ വന്ന ഒരേ നബിയുള്ളൂ, അതാണ് ലോകാനുഗ്രഹി റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവിടുത്തെ മകനായ യാഖൂബ് നബിക്കൊരു ഓമന പേരുണ്ടായിരുന്നു, ഇസ്രായേൽ എന്ന യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. ആ ഇസ്രായേൽ എന്ന് പേരുള്ള യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്, ആ മക്കൾക്കാണ് അറിയപ്പെടുന്നത് ബനൂ ഇസ്രായേൽ. ആ ബനൂ ഇസ്രായേൽകാരിൽ ലക്ഷക്കണക്കിന് നബിമാരും എത്രയോ കോടാനകോടി ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർ അല്ലാഹു കൊടുത്ത നിഅമത്തിനെ, അല്ലാഹുവിന്റെ ആ അനുഗ്രഹത്തെ ധിക്കരിച്ച ധിക്കാരികളും അതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ നബിമാർ പ്രബോധനം നൽകി, പക്ഷേ ആ പ്രബോധനത്തെ അവർ എതിർത്തു. നബിമാരെ കൊല്ലാൻ ശ്രമിച്ചു, നബിമാരെ നാടുകടത്താൻ ശ്രമിച്ചു, നബിമാർക്കെതിരെ കല്ലെറിയാൻ ശ്രമിച്ചു, കല്ലെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, കൊന്ന ചരിത്രം വരെ ഉണ്ട്. ഏതുമാവട്ടെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ലോകത്ത് അറിയപ്പെടുന്ന വലിയ സ്ഥാനത്തുള്ള നബി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ലോകത്ത് സഞ്ചരിച്ച, കാൽനട നടത്തിയ, നടന്നുപോയ, പ്രബോധനത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ആ ദീനിന് വേണ്ടി ക്ഷണിക്കാൻ, ദഅവത്തിന് വേണ്ടി ലോകമൊട്ടാകെ സഞ്ചരിച്ച ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്, ആ പാദസ്പർശനമാണ് പരിശുദ്ധമായ മക്കയിൽ കഅബ അതേ പടുത്തുയർത്തുമ്പോൾ നിന്ന കല്ലെന്ന പേരിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ താഴെ സുബ്ഹാനല്ലാഹ് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ കല്ലാണ് അവിടെയുള്ളത്. ഫത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ഇബ്രാഹിം മഖാമുണ്ട്, ആ സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ആ സ്ഥലമുണ്ടല്ലോ, അത് ദുആഇനു ഇജാബത്ത് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനം പതിഞ്ഞ ആ സ്ഥലം ഏതുമാവട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. ഇസ്മായിൽ നബി അതങ്ങനെ പോട്ട്. പിന്നൊരു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവിടുത്തെ മകനാണ് ആര്? മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം. കൻആനിലാണ് താമസം, കൻആനിലാണ് കുടുംബം. യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ് മുഫസ്സിരീങ്ങൾ പറയുന്നു, സിർറുൽ അംബിയാ, അംബിയാക്കളുടെ സിർറ, രഹസ്യം. കാരണം യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനത്തിലാണ് ലക്ഷോപലക്ഷം നബിമാർ വന്നത്. അങ്ങനെ യഅ്ഖൂബ് നബിക്ക് 12 മക്കളുണ്ടാകുന്നു. യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കള്. 2 ഭാര്യമാരിൽ നിന്നാണത്. അത് ജ്യേഷ്ഠത്തെയും അനുജത്തെയുമായി റാഹില, ലിയ. അങ്ങനെ 2 ഭാര്യമാരിൽ നിന്ന് 12 മക്കൾ ഉണ്ടാകുന്നു. അതേ ലിയ എന്നുള്ള ഭാര്യയിൽ നിന്ന് ആദ്യം 10, പിന്നെ 2ാമത്തെ റാഹില എന്നുള്ള അതിസുന്ദരിയായ അതിമുഞ്ചുള്ള ആ കൻആനിൽ റാഹിലയെ പോലെയുള്ള അതിസുന്ദരിയായ ഒരു പെണ്ണ് വേറെയില്ല. യഅ്ഖൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ലിയ മൂത്തവൾ മരണപ്പെട്ടതിന്റെ ശേഷം റാഹിലയെ വിവാഹം കഴിക്കുന്നു. അതിൽ പ്രസവിച്ച 1ാമത്തെ കുഞ്ഞാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ചരിത്രത്തിലൊന്നും ടൈം വയ്യാവാണ്, കുറെ ടൈം പിടിക്കും. ഈ ഒരു ചരിത്രമേ ഒരു റമദാനിൽ 15 നാള് ചൊത്ത് കാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തേ ഉണ്ട്, സൂറത്ത് യൂസുഫ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. നബിയെ, തമക്ക് നല്ല ഒരു സ്റ്റോറി, നല്ല ഒരു ചരിത്ര, നല്ല ഒരു കഥ ഞങ്ങൾ ചൊല്ലുന്ന നബിയെ ചൊല്ലുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാനൊരു കഥ ചൊല്ലുന്ന നല്ല കഥ ചൊല്ല് സ്റ്റാർട്ട് ആക്കിയ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൂറത്ത് യൂസുഫ് പേരെന്നറിയപ്പെടുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ആ ചരിത്രം അരമണിക്കൂർ ഒരു നാളിൽ ചൊല്ല് തീർക്കുള്ളതല്ല. അത് വലിയ ചരിത്രം ഏതുമാവട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാം അതിസുന്ദരനാണ്. അതിന്റെ ശേഷം ഒരു കുട്ടി ജനിച്ചു, ബിന്യാമീൻ. പക്ഷേ ആദ്യത്തെ ഭാര്യയുടെ 10 മക്കൾക്കിടയിലും 2ാമത്തെ റാഹില എന്നുള്ള ആ പെണ്ണിൽ നിന്ന് ജനിച്ച 2 മക്കളായ യൂസുഫ്, ബിന്യാമീൻ, ഇവർ ഇടയിൽ 2 അതേ ആദ്യത്തെ ഭാര്യയായ 10 മക്കൾ, 2ാമത്തെ ഭാര്യയായ റാഹിലയുടെ 2 മക്കൾ തമ്മിൽ ശരിപോയില്ല. ചരിത്രം നീണ്ടതാണ്. ഏതുമാവട്ടെ, അങ്ങനെ ആ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം കൻആനിൽ അങ്ങനെ അവരുടെ മക്കൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ സന്താനങ്ങളായി ഏഷ്യൻ ആഫ്രിക്കയിൽ വരെ പലയിടങ്ങളിലും ലക്ഷോപലക്ഷം അവരുടെ മക്കൾ പടർന്ന് പന്തലിച്ചു നബിമാരുണ്ടായി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമും അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമും അതേപോലെ തന്നെ എത്രയോ നബിമാർ, ദാവൂദ് നബി അലൈഹിസ്സലാം പോലെയുള്ള നബിമാരൊക്കെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനത്തിൽ വന്നതാണ്. വിഷയത്തിലേക്ക് വരട്ടെ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേൽകാരിൽ അതേ ധിക്കാരികളുണ്ട്, നബിമാരെ കൊന്നവരുണ്ട്, കല്ലെറിഞ്ഞവരുണ്ട്, ആ സന്താന പരമ്പരയിൽ വന്നവർ. പക്ഷേ അവരൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഹദീസിൽ വിശദീകരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തെ അതാ ബനൂ ഇസ്രായേൽകാരെ രക്ഷിക്കാൻ വേണ്ടി ഖിബ്തികളിൽ നിന്ന്, ഫിർഔനിൽ നിന്ന്, ഫറോവയിൽ നിന്ന്, അതാ ഫറോവ മിസ്രിൽ, ഈജിപ്തിൽ, അതാ ബനൂ ഇസ്രായേൽകാരെ അഥവാ വിശ്വസിച്ച വിശ്വാസികളെ അതാ കൊന്നൊടുക്കുകയാണ്. പിഞ്ചോമന ചോര കുഞ്ഞുങ്ങളെ അറുക്കുകയാണ്.
ചരിത്രം പറയുന്നു 70,000 ചോര കുഞ്ഞുങ്ങളെ ഫിർഔൻ തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന പേടിയിൽ അതാ അറുത്തുകളഞ്ഞു. അതിന്റെ ബാക്കിയാണ് ഇന്ന് ഫലസ്തീനിൽ ഗസയിൽ ഇസ്രായേലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരട്ടെ. ആ ബനു ഇസ്രായേലുകാരെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അതാ മൂസാ നബി അലൈഹിസ്സലാം ഫലസ്തീൻ എന്നുള്ള നാട്ടിലേക്ക് കൊണ്ടുപോവാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അവരിൽ പലപ്പോഴും അതേ വഴി യാത്രയിലൂടെ പോകുമ്പോ അവർ വീണ്ടും ചോദിച്ചു, മൂസാ നമുക്ക് ദൈവങ്ങളെ തരണം. അവർ വഴിയോരങ്ങളിലൂടെ ബിംബങ്ങളെ കാണുകയാണ്, അതേ ബുദ്ധികളെ കാണുകയാണ്, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും അതേ മറ്റുള്ള എല്ലാം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ കാണുന്നു. അപ്പൊ മൂസാ നബിയോട് അവർ ചോദിക്കുന്നു, മൂസാ പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നു, നമുക്ക് ബിംബങ്ങളെ ഉണ്ടാക്കി തരണം ആരാധിക്കാൻ. മൂസാ നബിയുടെ മനസ്സ് വേദനിച്ചോ, ഇവരെ നന്നാക്കി എടുക്കണം. തൗറാത്ത് ഇറങ്ങുന്നു. ചുരുക്കി പറയട്ടെ, അവരെ അതാ സംസ്കരിക്കാൻ നോക്കുന്നു. പക്ഷേ അവരവരുടെ പഴയ ബുദ്ധി വിടുന്നില്ല. അവരതാ ബിംബാരാധകരായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവസാനം സുബ്ഹാനല്ലാഹ് ഫലസ്തീനിലെ അതാ ഖുദ്സിന്റെ മണ്ണിലേക്ക് ആ ബനൂ ഇസ്രായേൽകാരെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുപോയിട്ടില്ല. കാരണം ആ ഖുദ്സിന്റെ മണ്ണിലേക്ക് ഇവരെ കൊണ്ടുപോവാൻ പറ്റില്ല. കാരണം ഇവർക്ക് ശരിയായ നല്ല അചഞ്ചലമായ വിശ്വാസം വേണം. ആ ഇസ്രായേലിനെ കൊണ്ടുപോയില്ല. ഫലസ്തീന്റെ മണ്ണ് സംശുദ്ധമായ മണ്ണാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതേപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാം, അതേപോലെ പ്രഗൽഭരായ നബിമാർ അവിടെ മറപ്പെട്ട് കിടക്കുകയാണ്. ആ ഖുദ്സിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോവാൻ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തയ്യാറായില്ല. അങ്ങനെ അസ്രായീൽ വന്നു എന്നാണ്. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം പിന്നോട് മൂസാ നബി ചോദിക്കുന്നു, അസ്രായീലെ വന്നത് എന്റെ റൂഹ് പിടിക്കാനോ അല്ല സന്ദർശിക്കാനോ വന്നത്? ആ സമയത്ത് സന്ദർശിക്കാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് എന്നാ പോയിക്കോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അഭിലാഷ പരിശുദ്ധമായ അതേ ഖുദ്സിന്റെ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ വഫാത്താവണം, അവിടെ മറമാടണമെന്നാണ്. അവിടെ സുബ്ഹാനല്ലാഹ് ബൈത്തുൽ മുഖദ്ദസിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ മറമാടി. ഞാൻ വിഷയം പറഞ്ഞു വന്നത്, ജൂതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസിൽ ഒരു അധികാരവുമില്ല, ഒരു അർഹതയുമില്ല. വിശ്വാസികളുടെ പരിശുദ്ധമായ സംശുദ്ധമായ മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ, ഗസ. പക്ഷേ ഇസ്രായേലർ അത് നമുക്ക് വേണമെന്ന് വാദിച്ചുകൊണ്ട് ആ ഖുദ്സിലെ മുഅ്മിനീങ്ങളെ ഫലസ്തീനിലെ ഗസയിലെ ആ പരിശുദ്ധമായ ഭൂമിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. എങ്കിൽ ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഖിയാമത്തിന്റെ അടയാളമായിട്ട് 6 പ്രധാനമായി എണ്ണിട്ട് അതിൽ ഒന്ന് പറഞ്ഞു, ഒന്ന് വഫാത്തി, എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. രണ്ടാമതായി പറഞ്ഞു, അതേ ഫത്ഹു ഖുദ്സി, ഫലസ്തീൻ, ബൈത്തുൽ മുഖദ്ദസ് അത് മുസ്ലിമീങ്ങളുടെ അധികാരത്തിൽ വരും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായി. അത് പറയാണ്ടിക്കല, അത് ഒരു നിലക്കും പറയാണ്ടിക്കല. കാരണം റസൂലുള്ളാഹി